ഭദ്രം കർണേഭിः ശൃണുയാമദേവാः ഭദ്രം പശ്യേമാക്ഷഭിര്യജത്രാः സ്ഥിരൈരംഗൈസ്തുഷ്ടവാംസस्तनोभिर्व्यसेमदेवहितं यदायुः स्वस्ति न इन्द्रो वृद्धश्रवाः स्वस्ति न पूषा विश्ववेदाः स्वस्ति नस्तार्क्ष्यो अरिष्टनेमि स्वस्ति नो बृहस्पतिर्दधातु ओम शांति शांति शांति. ഇവിടെ നമ്മൾ അഥർവവേദീയമായ പിപ്പലാദ ശാഖയിലെ ഉപനിഷത്ത് മുണ്ടകോപനിഷത്ത് വാസ്തവത്തിൽ ഇത് സംഹിതോപനിഷത്താണ്. എന്ന് വെച്ചാൽ ഇത് വരുന്നത് സംഹിതയുടെ ഭാഗമായിട്ടാണ്. പ്രത്യേകം ഉപനിഷത്ത് ഗ്രന്ഥം വേറെയായിട്ടല്ല. ഈശാവാസ്യവും സംഹിതയുടെ ഭാഗമാണ്. കേനോപനിഷത്ത് ബ്രാഹ്മണത്തിൻ്റെ ഭാഗമാണ്. കഠോപനിഷത്ത് പ്രത്യേകം ഉപനിഷത്തായിട്ടാണ്. പ്രശ്നോപനിഷത്ത് ബ്രാഹ്മണത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ പല ഉപനിഷത്തുക്കൾ ചിലത് സംഹിതയുടെ ഭാഗമാണ്, ചിലത് ബ്രാഹ്മണത്തിൻ്റെ ഭാഗമാണ്, ചിലത് തനിയെ ഉപനിഷത്ത് എന്ന് പറയപ്പെടുന്നവയാണ്. ഇവിടെ നമ്മൾ ചില ഉപനിഷത്തുക്കൾ ആരംഭിക്കുന്നത് നേരിട്ട് തത്വപ്രതിപാദനത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടാണ്. ഉദാഹരണം ഈശാവാസ്യോപനിഷത്ത്, കേനോപനിഷത്ത് തുടങ്ങിയവ. എന്നാൽ ചിലത് ചില ആഖ്യായികകളുടെ കഥകളുടെ സഹായത്തോടു കൂടിയുള്ള അവതരണമാണ്. ഉദാഹരണം കഠോപനിഷത്ത് തുടങ്ങിയവ. ഇവിടെ മുണ്ടകം ഈ രണ്ടിൻ്റെ നടുക്കാണ്. അതായത് ജിജ്ഞാസുവായ ശിഷ്യൻ ഗുരുനാഥനെ പ്രാപിച്ച് ചോദിക്കുന്നത് പറഞ്ഞുകൊണ്ടാണ് ഉപനിഷത്തിനെ അവതരിപ്പിക്കുന്നത്. പക്ഷെ അതേ സമയത്ത് വിസ്തൃതമായ ആഖ്യായികകളൊന്നുമില്ല, നേരെ തത്വപ്രതിപാദനമാണ്. അതുകൊണ്ടാണ് രണ്ടിൻ്റെയും മധ്യത്തിൽ നിന്ന് ഒരു നിലപാട് പറഞ്ഞത്. ശ്രദ്ധയോടുകൂടി പഠിച്ചാൽ ഉപനിഷത്തിൻ്റെ ഉപദേശങ്ങളെ മൊത്തത്തിൽ നമുക്ക് ഗ്രഹിക്കാൻ പറ്റും. അതുപോലെ ഉപദേശ സമ്പ്രദായത്തെയും മറ്റ് വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ് ശിഷ്യൻ, ആരാണ് ഗുരു ഇത്യാദി വിഷയങ്ങളൊക്കെയും ശ്രദ്ധിക്കാൻ പറ്റും. അങ്ങനെയുള്ളൊരു അവതരണമാണ്. വളരെ സാരവത്തും അതേ സമയത്ത് ഹൃദ്യസുന്ദരവുമായ രീതിയിലാണ് ഭഗവാൻ ഭാഷ്യകാരൻ ഇതിന് ഭാഷ്യം ചമച്ചിട്ടുള്ളത്. നമ്മളിവിടെ ഭാഷ്യം പഠിക്കണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. ഉപനിഷത്ത് മാത്രമായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷേ ആ പഠിക്കുന്നത് ഭാഷ്യാനുസാരം ആയിരിക്കും. ഭാഷ്യം ഉണ്ടാവില്ല. ഭാഷ്യം കൂടി പഠിക്കണമെങ്കിൽ വളരെ വിസ്തൃതമായിപ്പോവും. ഭാഷ്യം പഠിക്കണം എന്നുള്ളവർക്കൊക്കെ സ്വാഗതം. ആശ്രമത്തിൽ, കുളത്തൂർ ആശ്രമത്തിൽ, അദ്വൈതാശ്രമത്തിൽ ഭാഷ്യമാണ് പഠിക്കുന്നത്. പക്ഷേ അത് വളരെ കുറച്ചേ നീങ്ങുള്ളൂ. ഇപ്പോൾ ബൃഹദാരണ്യകോപനിഷത്താണ്. ചിലപ്പോൾ ഒരു മന്ത്രം കടക്കാൻ 5-6 മാസമൊക്കെ പിടിക്കും. അങ്ങനെയാണ് ഭാഷ്യ സഹിതം പഠിച്ചാൽ. മാസത്തിലൊരു ക്ലാസ്സല്ലേ ഉള്ളൂ.
നമ്മളിവിടെ സാമാന്യം താത്പര്യം മനസ്സിലാക്കി പോകാം. അപ്പോൾ ഇവിടെ ഒരു ഉപദേശക്രമത്തെ അഥവാ ഗുരു ശിഷ്യ പാരമ്പര്യക്രമത്തെ പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. എന്താണ് അതിൻ്റെ വിശേഷം, മഹിമ എന്നൊക്കെ നമുക്ക് ചിന്തിക്കാം. ആദ്യം നമുക്ക് എന്താണ് ആ പാരമ്പര്യം എന്നുള്ളത് മാത്രം ആദ്യം ശ്രദ്ധിക്കാം. നോക്കൂ. ഓം ബ്രഹ്മാദേവാനാം പ്രഥമ സംബഭൂവ വിശ്വസ്യ കർത്താ ഭുവനസ്യ ഗോപ്താ സ ബ്രഹ്മവിദ്യാം സർവവിദ്യാപ്രതിഷ്ഠാം അഥർവായ ജ്യേഷ്ഠപുത്രായ പ്രാഹ. ഓം ബ്രഹ്മാദേവാനാം പ്രഥമ സംബഭൂവ വിശ്വസ്യ കർത്താ ഭുവനസ്യ ഗോപ്താ സ ബ്രഹ്മവിദ്യാം സർവവിദ്യാപ്രതിഷ്ഠാം അഥർവായ ജ്യേഷ്ഠപുത്രായ പ്രാഹ. ഓംകാരത്തോടു കൂടി ആരംഭിക്കുന്നു. സാമാന്യ വിചാരം നമ്മൾ നേരത്തെ ചെയ്തു, അതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. ഓം ബ്രഹ്മാ ദേവാനാം പ്രഥമഃ സംബഭൂവ. ദേവാനാം പ്രഥമഃ, ദേവന്മാരിൽ ഒന്നാമൻ. ഇപ്പോൾ ദേവന്മാർ അനേകമുണ്ട്, എത്രയോ കോടി ദേവന്മാരുണ്ട്. അവരിൽ ഒന്നാമൻ പ്രഥമഃ ബ്രഹ്മാ, ബ്രഹ്മാവ് സംബഭൂവ, സംഭവിച്ചു, ഉണ്ടായി. ഇപ്പോൾ ബ്രഹ്മാവുണ്ടായി. എങ്ങനെ ഉണ്ടായി? ദേവന്മാരിൽ പ്രഥമനായിട്ട് ബ്രഹ്മാവുണ്ടായി. ആരാ ബ്രഹ്മാവ്? വിശ്വസ്യ കർത്താ ഭുവനസ്യ ഗോപ്താ. വിശ്വം എന്ന് പറഞ്ഞാൽ എല്ലാം, എല്ലാം. വിശ്വം എന്ന് പറഞ്ഞാൽ ലോകം, പ്രപഞ്ചം. രണ്ടർത്ഥങ്ങളിലും വിശ്വശബ്ദം ഉപയോഗിക്കാം. സമസ്ത പ്രപഞ്ചത്തെയും ചേർത്ത് പറയുന്നതാണ് വിശ്വശബ്ദം. അതേസമയത്ത് എല്ലാം എന്നുള്ള അർത്ഥത്തിലും വിശ്വശബ്ദം ഉപയോഗിക്കാറുണ്ട്. രണ്ടർത്ഥമുണ്ട്. അപ്പോൾ ഒന്നുകിൽ നമുക്ക് സകലത്തിൻ്റെയും കർത്താവായ ബ്രഹ്മാവ്, അഥവാ സമസ്ത പ്രപഞ്ചത്തിൻ്റെയും കർത്താവായ ബ്രഹ്മാവ് എന്നർത്ഥം പറയാം. സ്രഷ്ടാവായ ബ്രഹ്മാവ്. കർത്താവെന്ന് പറയുമ്പോൾ ഇവിടെ സ്രഷ്ടാവെന്നർത്ഥം. കർത്താവ്, ചെയ്യുന്നവൻ. ഇപ്പോൾ ലോകങ്ങളെ മുഴുവൻ ചെയ്യുന്നവനായ ബ്രഹ്മാവ് ദേവന്മാരിൽ പ്രഥമനായി സംഭവിച്ചു. അവൻ ആരാ? വീണ്ടും പറയുകയാണ്, വിശ്വസ്യ കർത്താ ഭുവനസ്യ ഗോപ്താ. ഭുവനം എന്നുള്ളതിന് സാമാന്യമായ അർത്ഥം വീണ്ടും ഈ പ്രപഞ്ചം, ലോകം എന്നൊക്കെയാണ്. എങ്കിലും ഓരോ ശബ്ദവും വിശേഷമായി ലക്ഷ്യമാക്കുന്ന അർത്ഥം വിഭിന്നമാണ്. ഇപ്പം നമ്മൾ ലോകം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം കാണപ്പെടുന്നത്, അനുഭവിക്കപ്പെടുന്നത് എന്നാണ്. അതിനെ തന്നെ നമ്മൾ പ്രപഞ്ചം എന്ന് പറയുമ്പോൾ 5 ചേർന്നത്, ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്നീ 5 ചേർന്നത് എന്ന് വരും. അതിനെ തന്നെ നമ്മൾ ജഗത്തെന്ന് പറഞ്ഞാൽ ചലിക്കുന്നത് എന്നർത്ഥം വരും. അതിനെ തന്നെ നമ്മൾ ഭുവനെന്ന് പറഞ്ഞാൽ എവിടെയാണോ സകല ജീവരാശികളും ജനിക്കുന്നത് അവിടം എന്ന് വരും. ഭവന്തി അസ്മിൻ ഭൂതാനി ഇതി ഭുവനം. ഇത് പറയാൻ കാരണം, നമ്മൾ ഇംഗ്ലീഷിലേക്ക് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാത്തിനും ഒറ്റ വാക്കേ ഉള്ളൂ.
ഒന്നുകിൽ യൂണിവേഴ്സിനോ അല്ലെങ്കിൽ ദി വേൾഡിനോ എന്തെങ്കിലും പറയണം. പക്ഷെ സംസ്കൃതത്തിൻ്റെ മഹിമ സമ്പന്നതയാണ്. അനേക അർത്ഥങ്ങളെ ബോധിപ്പിക്കുന്ന അത്രയ്ക്കധികം പദങ്ങളാൽ സമൃദ്ധമാണ്, സമ്പന്നമാണ് സംസ്കൃതം. ഈ ഒരു ബോധം നമുക്കും ഉണ്ടാവണം, നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൈമാറുകയും വേണം. കാരണം നമ്മൾ ഇത്രയും സമ്പന്നരാണെന്ന് അറിയുമ്പോഴേ അതിൻ്റെ ഒരു അഭിമാനം നമുക്കുണ്ടാവും. ഇതിപ്പോൾ ഒരാൾ ഇംഗ്ലീഷിലേക്ക് അനുവാദം ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും ഒന്നല്ലേ പറയാൻ പറ്റൂ, അല്ലാണ്ട് കോമട്ട് അങ്ങനെ എഴുതാൻ പറ്റില്ലല്ലോ. അത് ശ്രദ്ധിക്കുക. സംസ്കൃതത്തിൻ്റെ മഹിമ അത്യദ്ഭുതമാണ്, അത്രേ പറയാനുള്ളൂ. അത്യദ്ഭുതം. ഒരേ അർത്ഥത്തിൽ എത്രയെത്ര ശബ്ദങ്ങളാണ് നോക്കൂ. ഫ്രണ്ട് എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു, FRIEND. സംസ്കൃതത്തിലോ എത്ര വാക്കുകളാ. സഖാവുണ്ട്, സുഹൃത്തുണ്ട്, മിത്രമുണ്ട്, വയസ്യനുണ്ട്, അനേകമുണ്ട്. ഓരോന്നിനും പ്രത്യേക അർത്ഥങ്ങളുണ്ട്. അല്ലെങ്കിൽ വൈഫ് എന്ന് പറഞ്ഞു, വൈഫിന് സംസ്കൃതത്തിൽ എത്രയാള്? എത്ര വൈഫാ? ഭാര്യ, ജായ, പത്നി, സഹധർമ്മിണി, കളത്രം, പിന്നെ ദാരം, പിന്നെ അങ്ങനെ കുറേ ഉണ്ട്. ആലോചിച്ച് കഴിഞ്ഞാൽ ഒരുപാട് കിട്ടും. ഓരോന്നിനും വ്യത്യസ്ത അർത്ഥങ്ങളാണ്. വൈഫ് എന്ന് പറയുമ്പോൾ ഒറ്റ അർത്ഥമേ ഉള്ളൂ. അതുപോലെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കേ ഉള്ളൂ. എന്തൊക്കെ ഉണ്ട്? നാഥ, കാന്ത, ഭർത്ത, പതി, സഹധർമ്മി, അനേക വാക്കുകൾ. അതിനൊക്കെ വ്യത്യസ്ത അർത്ഥങ്ങൾ, തീർത്തും വിഭിന്ന അർത്ഥങ്ങൾ. അതാണ് സംസ്കൃതത്തിൻ്റെ മഹിമയെക്കുറിച്ചുള്ളൊരു ബോധം നമുക്ക് ആദ്യം ഉണ്ടാവണം. പോരാ, നമ്മൾ അടുത്ത തലമുറയ്ക്ക് കൈമാറണം. ഇന്നലെയല്ല, മിനിയാന്നൊരു അച്ഛൻ ഒരു മോളെ കൊണ്ടുവന്നു അടുത്ത്. അവൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ അച്ഛനും അമ്മയും അവളെ സംസ്കൃതം പഠിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. സ്കൂളിൽ ഉപവിഷയമായിട്ട് അവൾ 2 കൊല്ലം പഠിച്ചിട്ട് അവൾ മാറാൻ പോവുക. അച്ഛനും അമ്മയ്ക്ക് സങ്കടം, ഇവൾക്ക് അഞ്ചാം മാറണമെന്ന്. ഞാൻ പറഞ്ഞു, നീ മാറിക്കോ, അതിന് നിൻ്റെ ഇഷ്ടമാണ്. പക്ഷേ സംസ്കൃതം പഠിച്ചാൽ മോൾക്ക് ഏറ്റവും പ്രധാന ഗുണം നല്ല ഓർമ്മശക്തി ഉണ്ടാവും. 2, എന്തിനേയും അപഗ്രഥിക്കാൻ അനലിറ്റിക്കൽ മൈൻഡ് ഉണ്ടാവും, കപ്പാസിറ്റി. സംസ്കൃതം പഠിച്ചാൽ നിശ്ചയമായിട്ടും അതുണ്ടാവും. ഇപ്പോൾ ഒരു ശബ്ദം ഉണ്ടാകുക വെച്ചാൽ എങ്ങനെ ഉണ്ടായി എന്നാണ് നമ്മൾ ആദ്യം അപഗ്രഥിക്കുക. അപ്പോൾ എന്തിനേയും അപഗ്രഥിക്കാനുള്ള പാഠമുണ്ടാവും സംസ്കൃതം പഠിച്ചാൽ. അത് വേറെ ഭാഷയ്ക്കില്ല. ഗ്രീക്കിനുണ്ടത്രേ, വേറൊരു ഭാഷയ്ക്കും ഇല്ല. അപ്പോൾ നീ ഗ്രീക്ക് പഠിച്ചോ എന്നാൽ കുഴപ്പമില്ല, അത് സ്കൂളിൽ ഇല്ലല്ലോ. അപ്പോൾ പിന്നെ സംസ്കൃതം പഠിച്ചോ അതല്ലേ നല്ലേ. പിന്നെ ഓർമ്മശക്തി ഉണ്ടാവും. നീ വലുതായി കഴിഞ്ഞാൽ ഒരുപാട് ജോലി സാധ്യതകൾ ഉണ്ടാവും ഏത് മേഖലയിലും എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ പഠിക്കാൻ തയ്യാറായി. അല്ലാണ്ട് അവളോട് നമ്മുടെ ശാസ്ത്രം പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ഭാരതീയ ശാസ്ത്രങ്ങളൊക്കെ സംസ്കൃതത്തിലാണ് അവൾ പോകാൻ പറയും നമ്മളോട്. ഓരോരുത്തർക്ക് വേണ്ട മരുന്ന് വേണ്ട സ്ഥലത്ത് കൊടുക്കണം. ആ കുട്ടി തയ്യാറായി. ഇല്ല സമയം ഞാൻ സംസ്കൃതം തന്നെ പഠിക്കുമെന്ന് വാക്ക് തന്നു. ശരി, സാന്ദർഭികമായി പറഞ്ഞെന്ന് മാത്രം. അപ്പം ഭുവനസ്യ എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കപ്പെട്ട സകലത്തിൻ്റെയും ഗോപ്താവ് എന്ന് വിശേഷാർത്ഥം വരും. കാരണം ഭവന്തി അസ്മിൻ ഭൂതാനീതി ഭുവനം എന്നർത്ഥം പറയുമ്പോൾ സൃഷ്ടിക്കപ്പെട്ട എല്ലാത്തിനെയും ഗോപനം ചെയ്യുന്നവൻ, രക്ഷിക്കുന്നവൻ. ഗുപ് രക്ഷണേനാ ധാതു. ഗോപ്ത എന്ന് പറഞ്ഞാൽ രക്ഷിക്കുന്നവൻ. അപ്പം സൃഷ്ടിക്കുന്നവനുമാണ് രക്ഷിക്കുന്നവനുമാണ്. അങ്ങനെയുള്ള ബ്രഹ്മാവ് ദേവന്മാരിൽ പ്രഥമനായി സംഭവിച്ചു.
സഹ അവൻ, അയാൾ സർവവിദ്യാപ്രതിഷ്ഠാം ബ്രഹ്മവിദ്യ, സർവവിദ്യാപ്രതിഷ്ഠയായ ബ്രഹ്മവിദ്യയെ. ഇപ്പോൾ ബ്രഹ്മവിദ്യാം എന്ന് പറഞ്ഞാൽ ബ്രഹ്മവിദ്യയെ, സർവവിദ്യാപ്രതിഷ്ഠാം എന്ന് പറഞ്ഞാൽ സർവവിദ്യാപ്രതിഷ്ഠയെ എന്നാണ്. ഒന്നിച്ച് പറയുമ്പോൾ ഒന്നിച്ചർത്ഥം പറയണം. രണ്ട് വിഭക്തികൾ ഒന്നിച്ച് വന്നാൽ ഒന്നിച്ചർത്ഥം പറയണം. അപ്പോൾ സർവവിദ്യാപ്രതിഷ്ഠയായ ബ്രഹ്മവിദ്യയെ. എന്താ ബ്രഹ്മവിദ്യ? ബ്രഹ്മത്തിൻ്റെ വിദ്യ, ബ്രഹ്മത്തെ സംബന്ധിക്കുന്ന വിദ്യ. എന്താ ബ്രഹ്മം? ആത്യന്തികമായ സത്യമാണ്, ഉണ്മയാണ് ബ്രഹ്മം. സർവകാരണം, സർവാധിഷ്ഠാനം, സർവനിധനം എന്നൊക്കെ പറയാം. എല്ലാത്തിനും കാരണമായത് യതോവാ ഇമാനി ഭൂതാനി ജായന്തേ, എന്തിൽ നിന്നാണോ എവിടെ നിന്നാണോ എല്ലാ ഭൂതങ്ങളും ജനിക്കുന്നത്. യേന ജാതാനി ജീവന്തി, ജനിച്ചവ യാതൊന്നിനെ കൊണ്ടാണോ ജീവിക്കുന്നത്. യത് പ്രയന്തി അഭിസംവിശന്തി, ഒടുവിൽ എന്തിലേക്കാണോ ചെന്ന് ചേരുന്നത്. തത് വിജിജ്ഞാസസ്വ, അതെന്താണെന്നറിയാൻ നീ വിശേഷേണ ഇച്ഛിക്കൂ. തത് ബ്രഹ്മേതി, അത് ബ്രഹ്മമാകുന്നു. അപ്പോൾ സർവജഗത് കാരണം, സർവജഗത് ആശ്രയം, സർവജഗത് നിധനം എന്ന് പറയാവുന്ന ആത്യന്തിക സത്യത്തിന് പറയുന്ന പേരാണ്, ഉണ്മയ്ക്ക് പറയുന്ന പേരാണ് ബ്രഹ്മമെന്ന്. സത്യം എന്ന പദം കൊണ്ടാണ് ബ്രഹ്മത്തെ ഉപനിഷത്ത് പറയുന്നത്. സത്യം ജ്ഞാനമനന്തം ബ്രഹ്മ. സത്യം, ഉള്ളത്, ഉണ്മ, ഉണ്മയാണ് ബ്രഹ്മം. അപ്പം ബ്രഹ്മത്തെ സംബന്ധിക്കുന്ന വിദ്യയാണ് ബ്രഹ്മവിദ്യ. എന്താ വിദ്യ? അറിവ്. അപ്പോൾ മുക്തിതമായ അറിവാണ് വിദ്യ. വിദ്യയാ വിമുച്യതേ, വിദ്യ കൊണ്ട് മുക്തനാകുന്നു. സാ വിദ്യ യയാ വിമുച്യതേ, അതാണ് വിദ്യ, യാതൊന്നിനെ കൊണ്ട് മോക്ഷം ഉണ്ടാകുന്നുവോ. അപ്പോൾ ബ്രഹ്മവിദ്യ എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ ബോധിപ്പിച്ച് മുക്തിയെ പ്രദാനം ചെയ്യുന്നത് ബ്രഹ്മവിദ്യ. വിശേഷാർത്ഥം കിട്ടി. അങ്ങനെയുള്ളതിനെ, ബ്രഹ്മവിദ്യയെ, എങ്ങനെയുള്ള ബ്രഹ്മവിദ്യയെ? സർവവിദ്യാപ്രതിഷ്ഠാം, സർവവിദ്യാപ്രതിഷ്ഠയായ ബ്രഹ്മവിദ്യയെ. അതിപ്പോൾ എന്താ അങ്ങനെ പറഞ്ഞേ? സർവവിദ്യകളുടെയും പ്രതിഷ്ഠ. പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ പ്രതിഷ്ഠതി അസ്യാം ഇതി പ്രതിഷ്ഠ. എന്തിലാണോ നിലകൊള്ളുന്നത് അതാണ് പ്രതിഷ്ഠ. അപ്പോൾ സർവവിദ്യാപ്രതിഷ്ഠ എന്ന് പറഞ്ഞാലോ, സർവവിദ്യകളും നിലകൊള്ളുന്നത് എന്തിലോ അത്. അഥവാ ഒന്നും കൂടി ലളിതമായി പറഞ്ഞാൽ എല്ലാ വിദ്യകൾക്കും ആശ്രയമായത്. അങ്ങനെയുള്ള ബ്രഹ്മവിദ്യയെ ഇവിടെ തന്നെ അല്പം മുന്നോട്ട് പോകുമ്പോൾ ഒരു ചോദ്യവും ഉത്തരവും ഉണ്ട്. ചോദ്യം കസ്മിന്നു ഭഗവോ വിജ്ഞാതേ സർവമിതം വിജ്ഞാതം ഭവതി എന്നാണ്. അല്ലയോ ഗുരുനാഥ, അല്ലയോ ഭഗവാനെ, എന്തറിഞ്ഞാൽ എല്ലാം അറിഞ്ഞതായി തീരും? ഇതാണ് ചോദ്യം. എന്തറിഞ്ഞാൽ എല്ലാം അറിഞ്ഞതായി തീരും? സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു മേഖലയിലുള്ള അറിവ് നേടിയാൽ ആ മേഖലയിലുള്ള അറിവേ ഉണ്ടാവുള്ളൂ. ഒരാൾ ആസ്ട്രോഫിസിക്സ് പഠിച്ചു എന്ന് വിചാരിച്ചിട്ട് അയാൾക്ക് ബയോകെമിസ്ട്രി അറിയില്ല. അയാൾ ബയോകെമിസ്ട്രി പഠിച്ചു പറഞ്ഞാൽ എക്കണോമിക്സ് അറിയില്ല. ഇതാണ് ലോക സ്വഭാവം. അപ്പോൾ എന്തറിഞ്ഞാൽ എല്ലാം അറിഞ്ഞതായി തീരും
എന്നുള്ള ചോദ്യം വലിയ ചോദ്യമാണ്, ചെറിയ ചോദ്യമല്ല. അതെങ്ങനെ മനസ്സിലാക്കും? നോക്കൂ, എല്ലാ അറിവുകളും അഥവാ അറിവുകളുടെ വിഭാഗങ്ങളും വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെ സംബന്ധിക്കുന്നതാണ്. വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ. അതുകൊണ്ട് തന്നെ അത്തരം അറിവുകൾക്ക് അവസാനം ഉണ്ടാവില്ല. അത് പരന്നു പോയിക്കൊണ്ടേയിരിക്കും. കാലം കഴിയുന്തോറും അറിവിൻ്റെ ശാഖകൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾ പറയണ ഓരോ അറിവിൻ്റെ ബ്രാഞ്ചുകൾ പറഞ്ഞു കേട്ടാൽ നമുക്കൊന്നും മനസ്സിലാവുക തന്നെയില്ല. അത്രയ്ക്കധികം ബ്രാഞ്ചുകളായിട്ട് വിഭജിക്കപ്പെടുകയാണ്, വിപുലമാകുകയാണ്. എന്നാൽ അതൊക്കെയും അറിയപ്പെടുന്നതിനെ സംബന്ധിക്കുന്നതാണ്. അതുകൊണ്ട് അറിയപ്പെടുന്നതിനെ സംബന്ധിക്കുന്ന അറിവിന് അറ്റമില്ല. എന്നാൽ അത്തരം എല്ലാ അറിവുകളുടെയും ആശ്രയമായിട്ടുള്ളത് അറിയുന്നവനാണ്. അറിയുന്നവൻ ഏകനാണ്. അറിയുന്നവനെ ആശ്രയിച്ചാണ് അറിവുകൾ ഇരിക്കുന്നത്. അറിവുകളെ ആശ്രയിച്ചല്ല അറിയുന്നവൻ. ആണോ? അറിയപ്പെടുന്നവയെ ആശ്രയിച്ചിട്ടല്ല അറിയുന്നവൻ. അറിയുന്നവനെ ആശ്രയിച്ചിട്ടാണ് അറിയപ്പെടുന്നതൊക്കെയും. ഞാൻ അതിനെ അറിഞ്ഞു ഇതിനെ അറിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അതിനും ഇതിനും അവസാനമില്ലെങ്കിലും ഞാൻ എന്നതിന് അവസാനമുണ്ട്. അതുകൊണ്ടാണ് വേദാന്തം, അറിവിൻ്റെ അറ്റം എന്നൊരു പദം പ്രയോഗിക്കുന്നത്. ഇപ്പോൾ സർവവിദ്യകളുടെയും പ്രതിഷ്ഠ അങ്ങനെയാണ് ആവുന്നത്. ഞാനാകുന്ന അധിഷ്ഠാന സത്യത്തിലാണ് എല്ലാ അറിവുകളും നിലകൊള്ളുന്നത് എന്നതുകൊണ്ട് സർവവിദ്യകളുടെയും ആശ്രയഭൂതമായത് ഞാനാണ്. സർവവിദ്യാ പ്രതിഷ്ഠാം. ഇനി മറ്റൊരു നിലയ്ക്ക് പറഞ്ഞാൽ, ഈ പ്രപഞ്ചത്തിലെ പദാർത്ഥജാലങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അതിന് അറ്റം ഉണ്ടാവില്ല. ഒരിക്കലും തീരില്ല പഠനം. ആരെങ്കിലും ഇന്ന ശാഖയിൽ ഞാൻ പഠനം പൂർത്തിയാക്കി എന്ന് പറഞ്ഞാൽ അയാൾക്കൊന്നും മനസ്സിലായിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം, ഇല്ലേ? എന്താ അഭിപ്രായം? ഒരു സംശയമില്ല. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു ഉന്നതമായ യോഗ്യത നേടിക്കഴിഞ്ഞ് ഞാൻ ആ വിഷയം പഠിച്ചു കഴിഞ്ഞു എന്നയാൾ പറഞ്ഞാൽ സമ്മതിച്ചു, കഴിഞ്ഞു. അയാളെ നമ്മൾ തള്ളിയേ മതിയാവും. കാരണം പഠിച്ചു കഴിയലില്ല. പഠിക്കുന്തോറും പഠിക്കേണ്ടതായിട്ടിരിക്കുന്നു. അപ്പോൾ ഈ പദാർത്ഥജാലങ്ങളൊക്കെയും ഉണ്ട് 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 എന്ന് പറയപ്പെടുമ്പോൾ എല്ലാത്തിൻ്റെയും അടിസ്ഥാനമായി ആശ്രയഭൂതമായിട്ടുള്ളത് ഉണ്മയാണ്, ആത്യന്തികമായ സത്തയാണ്. അത് ഇവിടെ ഈ പുസ്തകം ഉണ്ടെന്ന് പറഞ്ഞാലും, ഈ മൈക്രോഫോൺ ഉണ്ടെന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ ദണ്ഡമുണ്ടെന്ന് പറഞ്ഞാലും, ഈ കസേര ഉണ്ടെന്ന് പറഞ്ഞാലും, ഇവയെ സംബന്ധിക്കുന്ന അറിവുകൾ വിഭിന്നമാണ്, ഇവയെ മനസ്സിലാക്കേണ്ടുന്ന അറിവുകൾ വിഭിന്നമാണ്. പക്ഷെ ഉണ്ടെന്നുള്ള അസ്തിത്വം ഏകമാണ്. ആ ഉണ്ടെന്നുള്ള അസ്തിത്വത്താലാണ് എല്ലാം ഉള്ളതായിരിക്കുന്നത്. ആ അറിവാണ് ബ്രഹ്മവിദ്യ. അതുകൊണ്ട് സർവവിദ്യ പ്രതിഷ്ഠയാണ്.
ഇങ്ങനെ സർവവിദ്യാപ്രതിഷ്ഠയായ ബ്രഹ്മവിദ്യയെ സഹ അയാൾ ആര്? ബ്രഹ്മാവ് ജ്യേഷ്ഠപുത്രായ അഥർവായ പ്രാഹ, മൂത്ത മകനായ അഥർവനായിക്കൊണ്ട് ഉപദേശിച്ചു. അപ്പോൾ ബ്രഹ്മാവിൻ്റെ മൂത്ത മോൻ്റെ പേരാണ് ഇവിടെ പറയുന്നതനുസരിച്ച് അഥർവൻ. ബ്രഹ്മാവിന് ഏതൊക്കെ വകയിൽ ഏതൊക്കെ പുത്രന്മാരാന്ന് ആര് കണ്ടു? കാരണം പുരാണങ്ങളിലൊക്കെ വേറെ കുറേ ലിസ്റ്റ് പറയുന്നുണ്ട്. അപ്പം അതിന് സംശയത്തിന് അവകാശമില്ല. കാരണം വിശ്വസ്യ കർത്ത എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിൻ്റെയും കർത്താവാണെന്ന് പറഞ്ഞു. പിന്നെ അപ്പോൾ പ്രശ്നം എന്താ? അതുകൊണ്ട് ഇവിടെ ഇത്രയും മനസ്സിലാക്കുക, ബ്രഹ്മാവിൻ്റെ മൂത്ത മകനായിട്ടൊരു അഥർവൻ ഉണ്ട്, അയാൾക്ക് ഉപദേശിച്ചു. അങ്ങനെ ആദ്യത്തെ ഉപദേശം, ബ്രഹ്മവിദ്യോപദേശം അച്ഛൻ മകനാണ് നൽകിയത്. അപ്പോൾ ഉപദേശിച്ചു എന്ന് പറയുമ്പോൾ ഉപദേഷ്ടാവ് ഗുരുവാണ്, ഗ്രഹീതാവ് ശിഷ്യനാണ്. അപ്പോൾ അച്ഛൻ മകൻ ആണ് ഇവിടെ ഗുരുവും ശിഷ്യനും. ഇത് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടേതായ അറിവുകൾ മക്കൾക്ക് പകർന്നു നൽകേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. പറഞ്ഞു കൊടുത്താൽ കേൾക്കില്ല സ്വാമി, അവർക്കിതിലൊന്നും താല്പര്യമില്ല എന്നാരും പറഞ്ഞേക്കരുത്. അങ്ങനെ പറഞ്ഞാൽ കുറ്റം നമ്മുടേതാണ്, അവരുടേതല്ല. എന്താ കാരണം? 10-16 വയസ്സായ കുട്ടി ഇന്ന് ജനിച്ചതാ? അല്ലല്ലോ. ആ കുഞ്ഞിനെ 280 ദിവസം ഗർഭത്തെ കൊണ്ട് നടന്നില്ലേ? അന്ന് സ്വാധീനിക്കാൻ പറ്റിയില്ലേ? അത് കഴിഞ്ഞൊരു 5 വയസ്സ് വരെ പോട്ടെ, ഇപ്പോഴത്തെ ഒരു 3.5 വയസ്സ് വരെയെങ്കിലും ഒന്നിച്ച് വസിച്ചില്ലേ? അന്ന് സ്വാധീനിക്കാൻ കഴിഞ്ഞില്ലേ? പിന്നെ ഇപ്പോൾ പറഞ്ഞാൽ കേൾക്കില്ല എന്ന് പറയുന്നത് ആരുടെ കുറ്റാ? അവരുടെ കുറ്റാണോ നമ്മുടെ കുറ്റാണോ? അത് ചിന്തിക്കേണ്ടതാ. കാരണം പലരും പറയുന്ന അതൊന്നും അവർ കേൾക്കില്ല സ്വാമി, അവർക്കില്ലെന്ന് വലിയ താല്പര്യമൊന്നുമില്ല, ഞങ്ങൾ വരുന്നത് അവർക്ക് സന്തോഷമാണ്, അത്രയും നേരം ഞങ്ങളുടെ ഉപദ്രവം അവർക്കില്ലല്ലോ എന്നുള്ള ഒരു സന്തോഷം, അത്രയേ ഉള്ളൂ. ഇത് മിക്കവാറും പേര് പറയുന്ന അനുഭവമാണ്. അമ്മ പൊയ്ക്കോളൂ, അല്ലെങ്കിൽ അച്ഛൻ പൊയ്ക്കോളൂ, സന്തോഷമാണ്, നല്ലതാണ്, നിങ്ങളെങ്കിലും നന്നാവൂ എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞയക്കും. എന്നെന്താ ഗുണം? അവർക്ക് അത്രയും നമ്മളെ കൊണ്ടുള്ള ഉപദ്രവം ഇല്ല. ശ്രദ്ധിക്കുക. അപ്പം അതുകൊണ്ട് ആദ്യത്തെ ബ്രഹ്മവിദ്യയുടെ ഉപദേഷ്ടാവ് അച്ഛനാണ്, ശിഷ്യൻ മകനാണ്. ശരി,